കൊയിലാണ്ടി നഗരസഭ വൈസ് ചെയർമാൻ ശ്രീ സത്യൻ. അദ്ദേഹം ടെലിഫോണിൽ ചേരുന്നുണ്ട്. ശ്രീ സത്യൻ, 2 പേർ ഈ ദുരന്തത്തിൽ മരിച്ചു, 30ഓളം പേർക്ക് പരിക്കുണ്ട് എന്ന് അറിയുന്നു. താങ്കൾക്ക് എന്തൊക്കെ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട് ശ്രീ സത്യൻ? ഞാനിപ്പോൾ ഉള്ളത് കൊയിലാണ്ടി താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയിലാണ്. അവിടെ കൊയിലാണ്ടിയിലെ പ്രസിദ്ധമായ ക്ഷേത്രം മലക്കുളങ്ങര ക്ഷേത്രത്തിൽ ആന ഓടിയതിന്റെ ഭാഗമായിട്ടാണ് പരിക്ക് പറ്റിയത്. 2 പേർ മരണപ്പെട്ടിട്ടുണ്ട്. ബാക്കിയുള്ള ഏകദേശം ഒരു 29ഓളം പേർ ആണ് ഇവിടെ ചികിത്സയിലുള്ളത്. ഗുരുതരമായ വിഷയങ്ങളുള്ളവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ എത്ര പേർക്ക് ഗുരുതര പരിക്കുണ്ടെന്ന് അറിയാമോ ശ്രീ സത്യൻ? 2 പേർ മരണപ്പെട്ടു. ഏകദേശം 5-6ഓളം പേർക്ക് ഗുരുതരമായ പരിക്കുണ്ട്. കാലിന്റെ എല്ല് പൊട്ടിയതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട പരിക്കുകളുണ്ട്. ചെറിയ ചെറിയ പരിക്കുള്ളവരെ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ തന്നെ ചികിത്സിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കുറുവങ്ങാട് സ്വദേശികൾ ആണോ മരിച്ചത്? ലീല, അമ്മുക്കുട്ടി, അങ്ങനെയാണോ അവരുടെ പേര് ശ്രീ സത്യൻ? അതെ, 2 പേരും അമ്മുക്കുട്ടി, ലീല എന്നിവരാണ് മരണപ്പെട്ടത്. അവർ 2 പേരും കുറുവങ്ങാട് സ്വദേശികളാണ്. ഈ ആന ഇടയുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആരെങ്കിലും എന്തെങ്കിലും വിവരങ്ങൾ നൽകിയിട്ടുണ്ടോ? ഇപ്പോൾ താങ്കൾക്ക് ആ ദൃശ്യങ്ങളുണ്ട്. ഒരാന മറ്റൊരാനയെ കുത്തുകയായിരുന്നു. ജനങ്ങൾ പരിഭ്രാന്തരായി ചിതറി ഓടി. അങ്ങനെയാണല്ലേ? ഉണ്ടായിരുന്നില്ല. വിവരം അറിഞ്ഞ ആശുപത്രിയിലേക്ക് എത്തിയതാണ്. മറ്റ് അവിടെ ഉണ്ടായ വിഷയങ്ങളൊന്നും അറിയുന്നില്ല. ഈ ഗുരുതരമായ ആശുപത്രിയിൽ അടിയന്തരമായി കാഷ്വാലിറ്റി സംവിധാനം ഒരുക്കി ആവശ്യമായ ഡോക്ടേഴ്സിനൊക്കെ സംവിധാനം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ആവശ്യമായ ഡോക്ടേഴ്സൊക്കെ ഇവിടെ ഉണ്ട്. അടിയന്തര ചികിത്സക്ക് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചികിത്സയ്ക്ക് വേണ്ട എല്ലാ സംവിധാനങ്ങളും ഉണ്ടല്ലോ അല്ലേ കൊയിലാണ്ടിയിൽ? എല്ലാ സംവിധാനങ്ങളും കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ ഒരുക്കിയിട്ടുണ്ട്. ആവശ്യമായ ഡോക്ടേഴ്സിനെയും മറ്റ് സംവിധാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഗുരുതരമായ പരിക്ക് പറ്റിയവരെ കൊണ്ടുപോകുന്നുണ്ട്. ഇവിടെ മരണപ്പെട്ടവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയാണ്. ശരി സത്യം, നന്ദി അവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകിയതിന്. കൊയിലാണ്ടി നഗരസഭ വൈസ് ചെയർമാനാണ് അദ്ദേഹം പറഞ്ഞത് 5 പേർക്ക് ഗുരുതര പരിക്കുണ്ട്. ആ ഗുരുതരമായ പരിക്കേറ്റവരെ ആശുപത്രി മാറ്റുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. 29 പേർ എന്ന കണക്കാണ് അദ്ദേഹം നൽകുന്നത്. 29 പേർക്ക് പരിക്കുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. ഈ വിവരമറിഞ്ഞ് ആശുപത്രിയിലേക്ക് എത്തിയതാണെന്ന് കൂടി അദ്ദേഹം അറിയുന്നുണ്ട്. ക്ഷേത്രവളപ്പിൽ എന്ത് നടന്നു എന്നതിനെക്കുറിച്ച് വിവരമില്ല എന്നുകൂടി അദ്ദേഹം അറിയിക്കുന്നുണ്ട്. കുറുവങ്ങാട് സ്വദേശികളാണ് മരിച്ച 2 പേരും എന്നുകൂടി അദ്ദേഹം ഇപ്പോൾ അറിയിക്കുന്നുണ്ട്. മണക്കുളങ്ങര ക്ഷേത്രത്തിലാണ് 6 മണിയോടെ ഉത്സവത്തിനിടെ ആനകൾ ഇടഞ്ഞത്. 2 ആനകൾ ഇടഞ്ഞു. അതിൽ ഒരാന മറ്റൊരാനയെ കുത്തി. തുടർന്ന് അവിടെ ആൾക്കൂട്ടം ചിതറിയോടി. അതിനിടയിൽ വീണ് പരിക്കേറ്റാണ് 2 പേർ മരിച്ചത്. 2 പേരും 85 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. കോഴിക്കോട് കുറുവങ്ങാട് സ്വദേശികളാണ് ലീലയും അമ്മുക്കുട്ടിയും. അവരുടെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും.